കൊല്ലം ജില്ലയുടെ മലയോര ഗ്രാമമായ പുനലൂരിൽ AD 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിൽ ആയില്യം തിരുനാളിൻ്റെ കാലത്താണ് പുനലൂർ തൂക്കുപാലം നിർമ്മിച്ച് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തത്. തിരുവിതാംകൂർ ദിവാനായിരുന്ന നാണുപിള്ള എന്നയാളാണ് ഈ പാലം നിർമ്മിക്കാൻ 1871 അനുമതി നൽകിയത്. ബ്രിട്ടീഷുകാരനായ ആൽബർട്ട് ഹെൻറി എന്ന എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ പ്ലാനിങ്ങും രൂപകൽപ്പനയും ചെയ്ത് പാലം നിർമ്മാണം പൂർത്തീകരിക്കുകയായിരുന്നു. 1877 പണി പൂർത്തീകരിച്ച ഈ പാലം 1880 പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തു. തെക്കേ ഇന്ത്യയിലെ ആദ്യകാല എഞ്ചിനീയറിംഗ് അത്ഭുതങ്ങളിലൊന്നായി ഈ പാലം ഇപ്പോഴും കല്ലടയാറിന് കുറുകെ നിലനിൽക്കുന്നു. പാലത്തിൻ്റെ രണ്ട് കരകളിലുമായിട്ട് രണ്ട് സൈഡിലും 4 കിണറുകളുണ്ട്. ഈ 4 കിണറുകളിലേക്കുമാണ് തൂക്കുപാലത്തിൻ്റെ ചെയിൻ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. ആ കിണറുകൾക്കുള്ളിലേക്കാണ് പോയിരിക്കുന്നത്. അന്നത്തെ കാലത്തെ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു പ്രതീകമാണ് ഈ നിർമ്മിതി. ഞാൻ അന്നത്തെ യാത്രയിൽ ആ കാഴ്ച വേണ്ടുവോളം ആസ്വദിച്ച് മനസ്സിലാക്കി. അന്നത്തെ എഞ്ചിനീയറിങ്ങിൻ്റെ പ്രത്യേകതകളൊക്കെ നോക്കിക്കണ്ടു. പാലത്തിൽ കയറിയപ്പോൾ പ്രത്യേക ഫീസൊന്നും അതിനുവേണ്ടി എന്നോട് ഈടാക്കുകയുണ്ടായില്ല. പക്ഷേ ഇതിൽ കേടുപാടൊന്നും വരുത്തരുതെന്നുള്ള കളക്ടറുടെ ഉത്തരവ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. പാലത്തിൻ്റെ വീഡിയോ അല്പം കൂടി എടുത്തതിന് ശേഷം ഞാൻ വീഡിയോ തൽക്കാലം അവസാനിപ്പിച്ചു.